ആ ദർശനമാല എന്ന് പറയാം. അപ്പൊ നിലവിൽ നിങ്ങളുടെ വീട്ടിൽ BMW കിടപ്പുണ്ട്, നിങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഏതാ? മാരുതി 800. നിങ്ങളുടെ വീട്ടിൽ ഒരു BMW കിടപ്പുണ്ടെങ്കിൽ ആ BMW ഓടിക്കാതെ മാരുതി 800 ഓടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ പറയാ ഈ 800 യാത്ര ഭയങ്കര മനോഹരമാണ്. അപ്പൊ നമ്മൾ അറിയാത്തതും ഉപയോഗിച്ച് എന്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ഭക്ഷണമില്ല. നിങ്ങൾ ആ ഭക്ഷണത്തിന് ആദ്യം മൂത്ത് അതിനെ എന്നോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ രുചി അറിഞ്ഞിരിക്കണം. അല്ലേ? അറിയണം. അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രുചിയിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നാരായണ ഗുരു കൊണ്ട് വെച്ചത്. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ വിദ്യയുടെ മഹനീയമായ തലം നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ നാരായണ ഗുരു എഴുതി വെച്ച ആ അദ്വൈത വേദാന്തമായിട്ടുള്ള ആ സംഹിതകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ലോകത്തിലെ സമസ്ത ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിഷയങ്ങൾ ആരാണോ അത് ഉപയോഗിച്ച നിങ്ങൾ ആരും ഉപയോഗിച്ചു only 86,400,000 seconds in a day, but effectively use the time. 86,400 സെക്കൻഡ് ആണ് ഒരു ദിവസം. അത് ഫലപ്രദമായി ആരും ഉപയോഗിക്കുന്നു അവരുടെ ജീവിതത്തിൽ വെരി ഗുഡ് പൊസിഷൻ വിൽ യു കം ഇൻ യുവർ ലൈഫ് എന്നാ പറയാം. അവരുടെ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊസിഷൻ എത്തിയിരിക്കും. ഇത് ജിനോയ്ക്കറിയാം. ഇതെന്റെ ജീവിത അനുഭവമാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനും നാരായണ ഗുരുവിനും നിങ്ങൾക്കും എനിക്കുമൊക്കെ ഈ 86,400 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ, 24 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ 5 ഭാഷ അറിയാം. ഊമയാണെങ്കിൽ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നാരായണ ഗുരു ദർശനമാലയിൽ വളരെ മഹനീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശക്തിസ്തു വിവിധ ജ്ഞേയ. ശക്തിക്ക് 2 വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. തൈജസി താമസീതി, വിദ്യയെന്നും അവിദ്യയെന്നും. ഇച്ചിരൂടെ കടന്നു ചിന്തിച്ചാൽ വേണ്ടതെന്നും വേണ്ടാത്തതെന്നും. അപ്പൊ വിദ്യയ്ക്കുള്ള 2 കാരണങ്ങൾ തൈജസി താമസീതി. വിദ്യയും അവിദ്യയും. സഹവാസോ അനയോർനാസ്തി തേജസ്തിമിലയോരിവ. ഈ അറിവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യന്റെ വിദ്യയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അറിവും അറിവില്ലായ്മയാണെങ്കിൽ ശക്തിസ്തു ദ്വിവിധം. ശക്തിക്ക് 2 വിധം. ജ്ഞേയ കാരണം. അപ്പൊ ശക്തിക്ക് 2 വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിന്റെ പേര് തൈജസി, മറ്റേത് താമസീതി. അപ്പൊ വിദ്യ എന്നും അവിദ്യ എന്നും 2 കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാരായണ ഗുരു ദർശനമാലയിൽ പറയും വിദ്യയും അവിദ്യയും സഹവാസോ അനയോർ നാസ്തി. അറിവ് അറിവിനായ്മയും ചേരുവോ? ഇല്ലേ? ഒരിക്കലും ചേരത്തില്ല. അറിവില്ലാത്തവൻ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അറിവുള്ളവൻ എന്ത് ചെയ്ത് ഇങ്ങനെ അമ്മയിരിക്കുന്ന കൈ കൊടുത്തിരിക്കും. അവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാറേ? ഇല്ല. അറിവില്ലാത്തവനോട് ആരും തർക്കിച്ച് ജയിക്കാൻ പോകുന്നത് അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കണമെന്ന് നാരായണ ഗുരു പറഞ്ഞത്. എപ്പോഴാണോ വെളിച്ചം വരുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ ഇരുട്ടിനെ അപ്രത്യക്ഷമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അറിവും അറിവില്ലായ്മയും എങ്ങനെ സഹവാസോ ഒന്നിച്ചു വസിക്കുവോ? അനയോർനാസ്തി, ഒന്നിച്ച് നിലനിൽക്കത്തില്ല. അന്ന അസ്തി, തേജസ് വെളിച്ചം, തിമിരം ഇരുട്ട്, ഇരുളും വെളിച്ചവും പോലെയാണ് അറിവും അറിവില്ലായ്മയും ഒന്നിച്ചു വസിക്കത്തില്ല. നമ്മളൊക്കെ പഴയ കാലങ്ങളിലൊക്കെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ വീഴ്ചാതെ പറയാറുണ്ട് വിദ്യാഭ്യാസമുള്ള പെണ്ണാണ്, ചെറുക്കനും വിദ്യാഭ്യാസമാണ്, ഇല്ലെങ്കിൽ 2 പേര് വളരെ നടിയായി. അപ്പൊ കുടുംബജീവിതത്തിൽ വിദ്യ വേണോ എന്ന് ചോദിച്ചാൽ ഒരു കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് ധരിച്ചുകൊണ്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് വീണ്ടും അതിനെ ആവർത്തിച്ച് വിഷയം ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടോ? അതുകൊണ്ട് ആ വിഷയം വീണ്ടും നമ്മൾ പറയും എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലേ? ആവശ്യമില്ലാത്തതിനെ മാത്രം കയറി തോന്നുന്ന ഒരു പരിപാടിയാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് നാരായണൻ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനോമയമിദം സർവം നമനോകാപി വിദ്യതേ. അവിടെ വിദ്യ ഗുരു പറയുന്നു, നിന്റെ മനസ്സാണ് നിന്റെ ലോകം.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ഇവിടുത്തെ സുഖവും സന്തോഷവും തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വിവരമാണ് നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ആവശ്യക്കാരൻ മാത്രം, ഞാൻ ആദ്യമേ പറഞ്ഞു, whoever use it they can everything. ആര് ഉപയോഗിക്കുന്നു അവരിതെല്ലാം സാധ്യമാകും, അല്ലേ? അതുകൊണ്ട് മനോമയം സർവം മനോകാഭി വിദ്യതേ. നിന്റെ ലോകം നിന്റെ മനസ്സാ. നിന്റെ മക്കളെ നല്ലത് കാണാൻ പഠിപ്പിക്കുക. ഒരു നല്ല സ്ത്രീക്ക് വേറൊരു സ്ത്രീയിൽ ചീത്ത കാണാൻ പറ്റുമോ? പറ്റൂല്ലോ, പറ്റില്ല. ഒരു പോലീസുകാരന് എല്ലാ കാര്യങ്ങളിലും കളറോട് വീക്ഷിക്കുന്നവരെ വീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് മനുഷ്യൻ അവന്റെ അറിവിനനുസരിച്ച് കൊണ്ട് അവന്റെ സൊസൈറ്റിയെ തീരുമാനിക്കും. അതുകൊണ്ട് മനോമയവിധം സർവ്വന്റെ മനോകാഭി വിദ്യതേ അതോ വ്യോമനീവ നീലാതി. ഗുരു എല്ലാത്തിനും ഒരു എക്സാമ്പിൾ സഹിതമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം പറഞ്ഞു ഇരുളും വെളിച്ചവും രാവും പകലും പോലെയാണെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ പറഞ്ഞൊരു ഗുരു ഒരു ഉദാഹരണം പറഞ്ഞു. തേജസ് തിമിര യോരിവ, ഇരുളും വെളിച്ചവും പോലെയാണ്, അറിവ് അറിവില്ലായ്മയും ഒന്നിച്ച് വസിക്കത്തില്ല. ഇവിടെ പറയുന്നു മനോമയവിധം സർവ്വന്റെ മനോകാഭി വിദ്യതേ അതോ വ്യോമനീവ നീലാതി ദൃശ്യതേ ജഗദാത്മനി. ആകാശത്തിൽ നീല നിറമുണ്ടെന്ന് ആക്ച്വലി ഉണ്ടോ? വിദ്യോർ എന്ന് പറയുന്ന ആ പ്രകാശകിരണങ്ങൾ ഒരേപോലെ തന്നെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ഓഫ് വിഷൻ, അല്ലേ? പോലെ പഠിച്ചിട്ടില്ലേ? നമുക്ക് കാണുന്ന വസ്തുവിന്റെ പ്രതിബിംബം 11 സെക്കൻഡ് നേരം നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പതിഞ്ഞിരിക്കും. തരംഗദൈർഘ്യം കൂടുതലായാൽ ആദ്യം റെഡ് എന്ന് പറയുന്നത് അവിടെ നിന്ന് സഞ്ചരിച്ച് ഓരോ പ്രകാശവർഷം കൂടുതൽ വരുമ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് വരുന്ന വെളിച്ചം ഏതാണോ ആ വെളിച്ചത്തെ നമ്മൾ കാണുന്നത് കൊണ്ട് അസ്തമയ സൂര്യന്റെ കിരണങ്ങളെ നമ്മൾ ചുവപ്പായി കാണുന്നു. കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ പറഞ്ഞത് ആകാശത്തിൽ നീല നിറം ഉണ്ടെന്ന് തോന്നുന്നത് പോലെ ഈ പ്രപഞ്ചമൊക്കെ സത്യമാണുള്ളതെന്ന് തോന്നുന്നതാണ്. ആക്ച്വലി ഇത് ഇല്ലാത്തതാണ്. ഇതില്ലാത്തതാണെന്ന് ഇപ്പത്തെ ജിനോ എന്റെ മുന്നിൽ ഇരിക്കുന്നു, നമ്മുടെ മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളെല്ലാം പിന്നെ ഇതില്ലാത്തതാണെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ച് കേൾക്കി, ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ സെൻസ്. ശരിക്കും ആ വാക്ക് നാരായണ ഗുരുവിന്റെ വാക്ക്. ഇംഗ്ലീഷ് ശശി തരൂരും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉമ്മൻ സാറിന്റെ മോനൊക്കെ കയറി പറയുമ്പോൾ അത് വലിയ സന്ദേശങ്ങളാവൂലേ? Like the waves of the sea, we need vocabulary in our life. കടലിൽ തിരമാലകൾ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പദസമ്പത്ത് ഉണ്ടാകണം. എഴുതിയതാകാം, തുഞ്ചത്ത് രാമായണത്തിൽ എഴുതിയതാ. നിങ്ങൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്, അല്ലേ? വായിച്ചിട്ടുണ്ട്. അതുപോലെ the universe is created, അതായത് പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രപഞ്ചം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം എന്താ? ഏറ്റവും ആദ്യത്തെ അറിവാണ് പ്രപഞ്ചം, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യോ? മനസ്സിലാകുന്നുണ്ടോ? 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രപഞ്ചം കാഴ്ച, അല്ലേ? ചെവി കൊണ്ട് കേൾക്കുന്നു, കേൾവി. അപ്പൊ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 വിഷയായില്ലേ? ആയോ? ശബ്ദം ഒന്ന് പറഞ്ഞേ. ശബ്ദം നമ്മുടെ അശോകൻ സാറൊക്കെ ഞാൻ അതിൽ വരുമ്പോ ഞാനൊരു ഉടുപ്പൊന്നും ഇടാതെ ഞാൻ ഗടിയൊക്കെ നയിക്കുമായിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിഷയം പറയുമ്പോൾ ചിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് പറഞ്ഞത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇത് തരുന്നതാരാ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ രീതിയിൽ പറയുന്നത് കേട്ടോ. നാളെ നാരായണ ഗുരുവിന്റെ വേദാന്ത കൃതികൾ എടുത്ത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്, വേണ്ടേ? കാരണം നാരായണ ഗുരുവിന്റെ വിദ്യ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആരെങ്കിലും വന്നേച്ച് നാരായണ ഗുരുവിന്റെ വിദ്യ എന്താണ്? കുമാരനാശാൻ നമുക്ക് തന്നില്ലേ? കുമാരനാശാൻ പഠിച്ച അക്കാഡമിക് എഡ്യൂക്കേഷൻ ആയിരുന്നോ നാരായണ ഗുരുവിന്റെ വിദ്യാസമ്പന്നത? ആയിരുന്നോ? അല്ല, അതല്ലായിരുന്നു നാരായണ ഗുരുവിന്റെ വിദ്യാസമ്പന്നത. നാരായണ ഗുരുവിന്റെ സമചിത്തതയായിരുന്നു നാരായണ ഗുരുവിന്റെ വിദ്യാസമ്പന്നത. ഭഗവത്ഗീതയ്ക്കകത്തൊരു ചൊല്ലുണ്ട്, പുരുഷം പുരുഷശവ സമദുഃഖ സുഖം ധീരം അമൃതത്വായ കൽപ്പനയായിരുന്നു. അർജുന, ജീവിതത്തിൽ സുഖം വരും, ദുഃഖം വരും, വരില്ലേ?
അപ്പൊ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുമ്പോൾ സുഖത്തെയും ദുഃഖത്തെയും സമത്വഭാവേന ഒരുപോലെ, വലിയ സന്തോഷം വരുമ്പോൾ നമ്മുടെ അർത്ഥമനുസരിച്ച് ഞാൻ അങ്ങ് വലിയ ആളാണെന്നുള്ള ഭാവം കളയുക, എല്ലാം ഇല്ലാതെ വരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് കെട്ടിത്തൂങ്ങാനുള്ള കയറെടുക്കുക, ഇതൊന്നുമല്ല പുരുഷന്റെ ലക്ഷണം. ആ സമദുഃഖ സുഖം ധീരം അമൃതത്വമായ കണ്ടേ, സുഖത്തിലും ദുഃഖത്തിലും ധീരനായി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ പുരുഷന്റെ ലക്ഷണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുമാരനാശാൻ പാടിയത് എങ്ങനെ? വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോലും. നിങ്ങൾ ഇങ്ങനെ അവാദപടത്തിലെ പോലെ രഘു എവിടെ പോകണം, 15 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് രഘു നടന്നിട്ട് ഞാൻ കോട്ടയം വരെ പോയതാ, ഇതല്ല. നിങ്ങൾ എന്റെ ഒപ്പം വന്നാൽ മാത്രം ഞാൻ ആദ്യം പറയുന്നത്. അവര് സാധാരണ മണിക്കൂറിനറിയാം, ഞാൻ മണിക്കൂർ തമ്മിൽ 10-25 വർഷത്തെ ബന്ധമുണ്ട് അല്ലെ? നമ്മൾ ആദ്യമായി ഒന്ന് അയഞ്ഞിരിക്കും. ഈ സത്സംഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് സ്പിരിച്വൽ ഗേറ്റുകൾ, ആത്മാക്കളുടെ എന്ന് പറയുന്നില്ല, ആത്മാവിന്റെ ചേരല. ഇവിടെ നിങ്ങളുടെ തൊലിയും എരിമ്പും മലം ദുരന്തമാകുന്ന അന്ധകരയോടുകൂടി ഓരോ മനുഷ്യനും ഓരോ പണവും ഓരോ ജോലിയും ഓരോ വേഷം ഓരോ ഭാഷയും ഓരോ പൊസിഷനും ഒക്കെ ഉണ്ടെങ്കിലും നാരായണ ഗുരു പറയാ ഇതൊക്കെ തൊലിയും എരിമ്പും മലം ദുരന്തമാകുന്ന അന്ധകരയാ. ഈ അഹങ്കാരം എന്ന് പറയുന്ന ആ നാടുകെട്ട സാധനം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ശരീരത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിലൊക്കെ പലതല്ലാതെ ഏകമാക്കാൻ ശ്രമിക്കൂ പ്ലീസ്. ജീവിതത്തിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും, പക്ഷെ ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ ഒന്നും അല്ലതേ. തൊലിയും വലിയ മലം ദുരന്തമാകുന്ന അന്ധക്കരയാ വൈദ്യുതി അപ്പിവരയിക്കൊണ്ട് ഞാൻ ആ വലിയ ആള് ഏതെങ്കിലും ഒരു വില കൂടിയ വാഹനത്തൊക്കെ ഇരുന്ന് അയോഗ്യനെ കണ്ടാൽ പിടിച്ചിരിക്കുന്നത്. ചിരിക്കോ? ചിരിക്കോ? ഒപ്പം ചിരിക്കും, കാരണം ഒപ്പം നമ്മുടെ സ്വന്തം കൊച്ചാണ്. അപ്പൊ ഈ അഹങ്കാരം, ഞാൻ ശരീരം എന്നുള്ള ബോധമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്നാണ് ഈ പറഞ്ഞത് ഗുരു എപ്പോഴും വരും ഗുരുവിനെ കാണാൻ. ഇന്ന് ഞാനൊരു ക്ലാസ് എടുത്തപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നാരായണ ഗുരുവിനെ നിങ്ങൾ അന്വേഷിക്കണം, വേണ്ടേ? നിരന്തരമായിട്ട് അന്വേഷിക്കണമെന്നാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്, ഒരു തിരസ്കരിക്കുന്ന അഭ്യാസം. നിരന്തരമായിട്ട് നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ആദ്യം എവിടെയാണ് ഈ ഗുരു ഇരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം വേണം, വേണ്ടേ? വേണം സാറേ. അത് നിങ്ങളുടെ ഉള്ളിലാണെന്നുള്ളൊരു ബോധം വരുമ്പോൾ നിങ്ങൾ എവിടെ അന്വേഷിക്കും? You can rise your life only if you discuss in your life. നമ്മളെ അന്വേഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ഇന്നലെ ഭർത്താവ് എന്നോട് എന്തിനാ ചൂടായത്? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്നലെ എന്തുകൊണ്ടാണ് അയാൾ എന്നോട് അങ്ങനെ പെരുമാറിയത്? അങ്ങനെ ആത്മപരിശോധന നടത്തണം. മറ്റുള്ളവരുടെ മുന്നിൽ ഞാനെന്ന ഭാവമൊക്കെ കളഞ്ഞ് ഈ ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ബോധത്തെ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവരെ പറഞ്ഞത്, നാം ശരീരമാണോ? അല്ല. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഈ ശരീരം എന്ന് പറയുന്ന ആ ശരീരത്തെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് നാം ശരീരമല്ല, നാം അറിവാണെങ്കിൽ അറിവെന്ന് പറയുന്നത് ഒരു അപ്പൂപ്പൻ താടിയോടും കനം പോലും ഇല്ല. ആ അപ്പൂപ്പൻ താടിയോടും കനമുള്ള ഒരു മനുഷ്യൻ അറിവാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അവനെ ഉയർത്തുവാൻ ആരും വരേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ ജിനോനെ ഒന്ന് നോക്കാം. ജിനോനെ എടുത്തു പോകാൻ നമുക്കൊന്നും പറ്റത്തില്ല. പക്ഷെ ജിനോയുടെ വിനയവും വിദ്യവും അമ്മയ്ക്കാനോ ഒരു പക്ഷേ വിനോയെ ഉയർത്താൻ നമ്മളെ പ്രാപ്തരാകില്ലേ? ആക്കുവോ? എനിക്ക് വളരെ സന്തോഷം തോന്നി. എത്ര വയസ്സുണ്ട് ജിനോ? 35 വയസ്സുകാരൻ മഹാഗുരു ഇരുന്ന പദത്തിൽ കയറി ഇരിക്കാൻ നിസ്സാര കാര്യമാണോ? വേദശാസ്ത്രങ്ങൾക്ക് അധികാരി അല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിരിക്കുമെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. വാൽമീകി ഈ രാമായണം എഴുതുമ്പോൾ പുരാവിരിന്റെ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട്. ഇല്ലിത് ഭൂമി തന്നെ. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സാധനമില്ല, ദേവലോകത്തുണ്ട്. അതുകൊണ്ട് പുരാവിരിഞ്ച വിരചിതം 100 കോടി. ആരും രാമായണം വായിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. വിട്ടേക്കാം. നാരായണഗുരുവിന്റെ വിദ്യ വരുമ്പോൾ രാമായണം പറയേണ്ടവരും ഭഗവത്ഗീത പറയേണ്ടവരും ഉപനിഷത്ത് പറയേണ്ടവരും വേദം പറയേണ്ടവരും വേണ്ടേ? ഈ ഗുരുവിന്റെ നാരായണ ഗുരുവിന്റെ ഒരു കൃതി എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ഇനി ഒരു സംഭവം എടുത്ത് ഒരു പുസ്തകം എടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞാൽ അത് പ്രഭാഷണമാകില്ല. ആവോ? സകലത്തിലൂടെയും പോവേണ്ടി വരും. കാരണം നാരായണ ഗുരു ഇവിടെ തന്നെ കരയിലുള്ളവരൊക്കെ താഴത്ത് ഭാഷയിൽ അമർന്നിരിക്കുക, താഴൊട്ടേക്ക് ബ്രഹ്മപദം കുതിക്കും. തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം ഉള്ളൂര് ഉദ്ഘാടനം ചെയ്തതുപോലെ ഇവിടെ വലിയ ഒരു സമൂഹം ഇരുട്ടി കിടക്കുക. അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി നാരായണ ഗുരു ആ മരുന്നുമാവയുടെ മുകളിൽ കയറി കണ്ണെടുത്ത് മാത്രം ഇരിക്കുമല്ലായിരുന്നോ? ആയിരുന്നോ? 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ മഹാഗുരു പറഞ്ഞ അറിവിന്റെ വിശാലതയെ
പറ്റില്ല, എനിക്ക് സൗകര്യമില്ല, സമയമില്ല, അരനൊടി ആദ്യം ഒരാളെ ആർന്നിടും. ബാക്കി പാട് ഇല്ലേ? ഞാൻ രാമായണത്തിൽ നിന്ന് വിട്ടു. നിങ്ങൾ അതിനെ കുറിച്ച് പിടിച്ചിട്ടില്ല. പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് പറയണോ ശാലൻ? പിന്നെ പറയണോ? പറയണോ? വേണ്ടേ? സമയമുണ്ടല്ലോ. അപ്പം ശ്രീരാമായണം പുരാവിരിഞ്ഞ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഈ ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ച ഒരു കാക്കാലം മുന്നേ മാമുനി പ്രബലനായി വന്നത് കണ്ട് ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ചമയ്ക്ക എന്ന് അരുൾ ചെയ്തു. വീണാപാണി. ഈ വീണാപാണി ആരാന്നറിയോ? വീണ കൊണ്ട് സംസാരിക്കുന്നത് ആരാ? ആരാ? വീണ കൊണ്ട് സംസാരിക്കുന്നതാണോ സരസ്വതി? നാരായണ. നാരായണ. നാരദൻ വന്നേറ്റ് പറയുകയാണ്. നാരദനോട് ധാതാവ് സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് പറയാണ്, ഭൂമിയിൽ ജന്തുക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഒരു നാരായണത്തിന് ആവശ്യമായിരുന്നു. ഭൂമിയിൽ ജന്തുക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ എങ്ങനത്തെ ആൾക്കാരാണ്? രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളം മുന്നം മാമുനി പ്രബലനായി വന്നത് കൊണ്ട് ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷം കിട്ടണം. അവിടെ വാൽമീകിക്കുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്തായിരുന്നു അറിയാവോ? കാട്ടാളനായിരുന്നു, നികൃഷ്ടനായിരുന്നു, നീചനായിരുന്നു. നിങ്ങൾ ആ രാമായണം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഈ വീട്ടമ്മമാരൊക്കെ പറയും ഞാൻ തൊഴിലുറപ്പിന് പോണ, എനിക്കെന്ത് വിദ്യാഭ്യാസം. എന്റെ പൊന്നു ശിവചേച്ചി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസം നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പാപം പിടിച്ച ഒരു സ്ത്രീ, ഏറ്റവും മോശക്കാരനായിരുന്ന ഒരു ഭർത്താവിനെ ഒരു വരി കൊണ്ട് ഗുണദോഷിച്ച് നേരെയാക്കിയതാണ് രാമായണം. താൻ ചെയ്യുന്ന. അപ്പൊ എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ തലയാളമന്ത്രത്തിന് പഠിത്തം ചെയ്യാൻ പറ്റും. പക്ഷെ അമ്മായി അമ്മയെ നാത്തൂരെ അടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. കുടുംബശ്രീ, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായിരിക്കണം, നന്മയുണ്ടായിരിക്കണം, അன்பുണ്ടായിരിക്കണം, അനുകമ്പ. ഒരു സ്റ്റഡി about നാരായണ ഗുരു, you must know about that period. നാരായണ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടം ഏറ്റവും പ്രാധാന്യമല്ലേ? ആണോ? അതെ. അതുകൊണ്ടാണ് കുമാരനാശാൻ നാരായണ ഗുരുവിന്റെ സമചിത്തതയെ കുറിച്ച് നമ്മോട് പറഞ്ഞത്. വാദങ്ങൾ ചെടിക്കൊണ്ട് മതപ്പോരുക കണ്ടും. ആ 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു. നാട്ടുരാജാക്കന്മാർ തമ്മിലടിക്കുന്നു, തുണി കൊടുക്കാൻ മേല, അടിപ്പിക്കത്തില്ല. സകല പരിപാടികൾ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുമ്പോഴൊക്കെ നാരായണ ഗുരുവിൽ നിന്ന് ഒരു കൊടുവാല പഴം എടുത്തോ? ഇല്ല. ഇവിടെ കമ്പാഷൻ, ഇത് ഡിവോഷനായിട്ട് സ്നേഹവും അൻപും അരുടും അനുകമ്പയും കൊണ്ട് വരുന്ന തലമുറയ്ക്ക് മുഴുവൻ വെളിച്ചം കൊടുക്കുവാൻ നാരായണ ഗുരു ഒരു ബഹളവും വെച്ചില്ല. വെച്ചോ? അവിടെ ഈ പ്രശ്നങ്ങളുടെ വലിയ വലിയ വിഷയങ്ങൾ കിടക്കുമ്പോൾ പച്ച മലയാളത്തിൽ കുമാരനാശാൻ എഴുതി, വാദങ്ങൾ ജപിക്കൊണ്ട് മതപ്പോരുകൾ കൊണ്ടും മോഹസ്ഥിതനായി അങ്ങ് വസിക്കാൻ മലയെ കൊണ്ടുവന്നു ഗുരുവിന്റെ സന്തോഷത്തിന്റെ ആ അളവുകോലായിട്ട് ഭൂമിയുടെ ഏറ്റവും ഉയരമുള്ള മലകളെ കൊണ്ട് സ്ഥാപിച്ച കുമാരനാശാൻ, ആ കുമാരനാശാൻ എന്ന് പറയുന്ന ആത്മീയമായ ഗുരുവിൽ നിന്നും, അതായത് ഭൗതികമായതും ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യത്തെ, ദുരവസ്ഥ എന്ന് പറയുന്ന ആ എഴുത്തിലൂടെ ലോകത്തിന് മുഴുവൻ അനസ്യൂതം ആ കാലഘട്ടത്തിന്റെ ആ തേർവാഴ്ചയെ കാണിച്ചു തരുവാൻ കുമാരനാശാന്റെ കൃതിക്ക് കഴിയുമെങ്കിൽ അതൊരു തരത്തിൽ പറഞ്ഞ മഹാഗുരുവിന്റെ വിദ്യാകണ്ഠത്തിൽ തന്നെയായിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെ ഇവിടെ രാമായണത്തിൽ പറയുന്നത് പോലെ ഈ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷം. എനിക്ക് തോന്നുന്നു ഭൂമിയിലുള്ളതൊക്കെ ജന്തുക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ആ പത്രം എടുത്ത് വായിച്ചപ്പോൾ നോക്കി, എത്ര മോശമാണ് ജീവിതം. ഒരു മനുഷ്യൻ മോശമായ കാര്യവും വീണ്ടും അവരെ കൊന്ന് ഒരു മനുഷ്യ ജീവന് യാതൊരു വിലയില്ല. ഒരു വീട് എറുമ്പിയും വരുത്തരുത് എന്ന് പറഞ്ഞ മഹാഗുരു പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴും എത്രയോ മോശമായിട്ട് സമൂഹത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു പെരുമാറുന്നുവെങ്കിൽ അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്, പകതിരിവ് എന്ന് പറയുന്നത്. വേണ്ടതിനെ വേണ്ടാത്തതിനെ തിരിച്ചറിയണം. ഈ ലോകത്ത് ഒന്ന് നമ്മളെ ആശിപ്പിക്കുന്നതാണ്. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട്
നമ്മൾ അറിയുന്ന ശബ്ദ സ്പർശ രൂപ രസ ഗന്ധമാകുന്ന പ്രപഞ്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇന്ദ്രിയങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട്, തൊലിയു വരുമ്പോ മലമാണ് നമ്മുടെ ശരീരം എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇതുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വഴികളിലൂടെ പോയത് ഇതുള്ളതല്ലാത്തതിന്റെ കാരണം നിശ്ചയപ്പെടുത്താനാ. നാരായണഗുരു പറയാ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങളുടെ വിഭജ്യ അവയവം സർവം ഏകൈകം തപ്രദൃശ്യതേ ചിന്മാത്ര അഖിലം ന അന്യതിരി മായാ വിദുരോധം, എപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെ വിഭജിച്ച് നിങ്ങൾ കാണുന്നത്, കണ്ണ്, കാത്, മൂക്ക്, നാവ്, ത്വക്ക് എന്ന് പറയുന്ന ആ അഞ്ചിന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം പ്രവർത്തനം പണി മുടക്കിയാൽ ആ പ്രപഞ്ചം നഷ്ടപ്പെട്ടു. സംശയമോ? ഉണ്ടോ? കണ്ടോ, കോവിഡ് വന്നപ്പോ നമുക്ക് എന്റെ പെണ്ണുമ്പോൾ എത്രയോ പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കി അടിപൊളി സാമ്പാറൊക്കെ ഉണ്ടാകുന്ന എനിക്കൊരു രുചി തോന്നിയില്ല. അപ്പൊ നമ്മുടെ കണ്ണിന്റെ കാഴ്ച, കണ്ണിന് തിന്നം വന്നു കഴിഞ്ഞാൽ കാഴ്ച പോയി. ചെവി കേൾക്കാൻ പറ്റുമെങ്കിലോ കേൾവി പ്രപഞ്ചം പോയോ? അപ്പൊ ഈ സാധനം എപ്പം വേണമെങ്കിലും ഇല്ലാതാകരുത്. വഴിയ അശോകമലിയ ശിവചേച്ചി, എപ്പം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഇത് നഷ്ടമാവില്ലേ? ആ നഷ്ടമാവുന്നത് ഇങ്ങനെ നമ്മൾ തികഞ്ഞവരാണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ, നാരായണഗുരു പറയാ, തൊലിയും ദുരന്തമന്ത കലകളും ഏന്തും അഹന്തയും കാൺക, പൊലിയുമിതഞ്ഞ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്തവരാ. ഇതിന്റെ അർത്ഥം ആത്മോപദേശ ശതകത്തിന്റെ 10 പദ്യം പഠിക്കാൻ മതി. നിങ്ങളുടെ പെൺകുട്ടികൾ ഏത് 12 മണിക്ക് എപ്പം വേണ്ടി എവിടെ വേണമെങ്കിൽ വിടാം, പോയിട്ട് അതേപടി മാന്യമായിട്ട് വീട്ടിൽ തിരിച്ചു വരും. നമ്മളിപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടപ്പള്ളിക്കാർ വീടിന്റെ പുറകെ കൊണ്ടിട്ട് ഡേറ്റിയുടെ കയറി നടക്കുക. അതായത് പകറ്റി കിടക്കുന്ന വെള്ളത്തിൽ കോരി വെച്ച് കുളിച്ചിട്ട് പറയാ നല്ല സുഖമായി കുളിക്കുന്നു. ആരോടാ പറയുന്നത്? കടലിൽ കുളിക്കുന്നവരോട്. കടലിൽ ഭയങ്കര രസമായി കുളിക്കുന്നു, കുളിച്ച് കോഴി നോക്കാൻ. അപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു പ്രപഞ്ചം കൈ പിടിച്ചുകൊണ്ട് നമ്മൾ വലിയ ആദ്യം പറഞ്ഞ് നാളുകളിലേക്കുള്ള ചിന്തകൾ ഇങ്ങനെ നെയ്ത് കൂട്ടുക. നിങ്ങൾ ഇത് നെയ്ത് കൂട്ടി നിങ്ങളുടെ മക്കളെ പണത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിദ്യാസമ്പന്നരൊക്കെ ആക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ച ആ പണവും നിങ്ങളെയും വെച്ച് അവർ തൂക്കുമ്പോ ആർക്കായിരിക്കും താനിക്ക് കൈ കൊടുത്ത അമ്മയെ തൂക്ക കൂടുതൽ? ആർക്കായിരിക്കും? പണത്തിനാണോ മൂക്കിട്ടവൻ? അല്ലേ? നിന്റെ ഉത്തരവാദി ആരാ? നിന്റെ ഉത്തരവാദി ആരാ? ഒരാളുടെ ബിഹേവിയർ എപ്പോഴും മാന്യമായി സംസ്കാരത്തിൽ ഇടപെടാൻ നിങ്ങൾ പഠിക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്റെ മോൻ, എന്റെ വൈഫിന്റെ വീട് വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ഭാര്യയും പിള്ളേരും കൂടെ വൈഫിന്റെ വീട്ടിൽ ചെന്നപ്പം ചേട്ടന്റെ പുള്ളിക്കാരന് പിള്ളേരില്ല. അപ്പം ഭാര്യ ചതയമാണ്, പക്ഷെ അല്ല സമാധിയാണ്, തിരുവോണമാണ്, വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് കൊച്ചിങ്ങോട്ട് വാടായിരുന്നു. എന്റെ മോനെ പഠിക്കാൻ പോയിട്ട് 1 മാസം അവധിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വളരെ എല്ലാവരും കൂടെ വളരെ സന്തോഷമായിട്ട് ആയിരിക്കുന്ന ആ സമയം ശരിക്കും എനിക്ക് തന്നെ നമ്മളൊക്കെ എല്ലാത്തിലും ഹാപ്പിയാണ്. ഞാൻ വലിയ സമ്പന്നനൊന്നും അല്ല കേട്ടോ. ഞാനൊരു സാധാരണ വീട്ടിൽ ജീവിക്കുന്നു, ഒരു സാധാരണക്കാരനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ പണവും പത്രാസൊന്നുള്ള ഒരാളൊന്നുമല്ല. വെറും സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്റെ അസാധാരണത്വം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിലൂടെ ത്രൂ ദ സ്റ്റഡി, എല്ലാത്തിലും പ്രയർ, ഇങ്ങനെ ഞാൻ നേടിയെടുത്തിട്ടുള്ള എന്റേതായിട്ടുള്ള കുഞ്ഞു സുഖങ്ങളുണ്ട്. ആ സുഖങ്ങളിലൂടെ സമ്പന്നനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, തൊട്ട് മുമ്പ് എന്റെ വൈഫും എനിക്ക് പറ്റി കൊടുക്കണം. ഈ
വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത വളരെ കുറവ്. കാരണം പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള ഓഫറുമായിട്ട് വന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാരായണൻ പറഞ്ഞതുപോലെ നീ നിന്നെ അറിഞ്ഞ് ജീവിക്കുക, വലിയ പഠനമൊന്നും നമ്മൾ ആരും പഠിക്കണം. വേണോ വേണോ? നിങ്ങളൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ ലോകത്തുള്ളവരെല്ലാം അവനെ പറ്റുന്ന അറിയുന്നതൊക്കെ ഓർത്താൽ അവനീ ആത്മമായ ആത്മരൂപം ഗുരു പറഞ്ഞത് നിന്റെ ഉള്ളിലും അവന്റെ ഉള്ളിലും ഇരിക്കുന്ന സാധനം ഒന്നാണേ. ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ് വിവർത്തമിങ്ങാനും വെളിമുതലായ വിഭൂതി അഞ്ചുമ. കണ്ടോ, 5 വിഭൂതി, 5 പ്രപഞ്ച അനുഭവങ്ങൾ കൊണ്ട് നീ നേടിയെടുത്തത് വിവർത്തങ്ങളാ, ഉള്ളതല്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വിഭജിച്ച് അവയവം സർവ്വം ഏകൈകം തത്വ ദർശിത ചിത്ത് ബോധം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാരണം ഈ ശരീരത്ത് ബോധമില്ലെങ്കിൽ ഇത് സന്തോഷം നിൽക്കുന്നത് അറിയാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ശരീരം എന്ന് പറയുന്നതിൽ വലിയ റോളൊന്നും ഇല്ല. ഈ ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട് അച്ഛയോ അയമതായോ അയമക്ലിയോ ശേഷിയെ വെച്ച നിത്യക സർവഗതക സാമുഖചപോയം സനാതനക. അല്ലയോ അർജുന, ആത്മാവിനെ ഒരു ഭൂമിയിലെ യാതൊന്നിനും മുറിക്കാനും അലക്കാനും നനക്കാനും ഉണക്കാനും പറ്റത്തില്ല. പറ്റുമോ? പറ്റുമോ? നൈനം ചിന്തന്തി ശത്രാണി നൈനം തകതി പാപക മാരുതക. ഭൂമിയെ കൊണ്ട്, ഭൂമിയിലെ കാറ്റിനെ കൊണ്ട് പറ്റത്തില്ല, അഗ്നിയെ കൊണ്ട് പറ്റത്തില്ല, വാള് കൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെയുള്ള ആത്മാവ് നിന്റെ കയ്യിലിരിക്കുമ്പോ നീ മരിച്ചു പോകുമ്പോ എന്തിനു പറയിടാവുന്നു? എന്തിന്? ഞാൻ ശോചിത മർഗസി, നിനക്ക് ദുഃഖത്തിന് അർഹതയില്ല അർജുന. അതുകൊണ്ട് ആ അച്ഛനോ വൈമതാക്കിയോ അക്ലേയോ അശേഷിയോ നിത്യനാണ് അവൻ, സർവഗതനാണ്, സർവത്തിന് വിരുദ്ധ ജനിക്കുന്നവനാണ്. അവൻ നഷ്ടപ്പെട്ടു പോകുന്നു പറഞ്ഞു. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യന്യാനി സംയാതി നവാനി ദേഹിന. ഈ ശരീരം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്, ആത്മാവ് മനുഷ്യ ശരീരം വസ്ത്രങ്ങൾ മുഷിയുമ്പോൾ മാറുന്നത് പോലെ എപ്പോഴാണോ ഈ ശരീരത്തിന് പ്രവർത്തനയോഗ്യമല്ലെന്ന് തോന്നുന്നത് അന്ന് ആത്മാവിന് ചുറ്റും പോകും. അതുകൊണ്ട് നീ ഞാൻ വയസ്സായി ചാകുവോ എന്ന് ഡിപ്രഷൻ അടിച്ചോണ്ടിരിക്കണ്ട. നമ്മൾ സ്വധർമ്മം അഭിശാപേക്ഷ വിലോപിച്ച് മർഗസി എളുപ്പമൊന്നും ഇതിനെ പറഞ്ഞുകൊണ്ട നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും കുറ്റം ഉറപ്പാ. അതിന്റെ കാരണം അല്ലെ? അവാച്യവാദം എളുപ്പമെന്ന് പറഞ്ഞു പോവാ. അർജുന, അവാച്യവാദം നിന്റെ ശത്രുക്കൾ നീ എന്തൊക്കെ ചെയ്താലും നീ കുഴപ്പക്കാരാണ്. നിന്റെ സാമർത്ഥ്യത്തെ നിസ്സാരമാക്കി കാണും. അതുകൊണ്ട് നീ മൈൻഡൊന്നും ചെയ്യണ്ട. നീ നിന്റെ ജോലിയെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മം ചെയ്യുക, അധികാരത്തെ മനുഷ്യ കർമ്മം ചെയ്യുക, ഫലം നിന്നെ തേടി വന്നോളും. അപ്പൊ ഇവിടെ എല്ലാ ഗുരുക്കന്മാരും നമ്മളെപ്പോഴും ഗുരു, എസ്പെഷ്യലി നാരായണ ഗുരു, എപ്പോഴും ഗുരുക്കന്മാരിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് അറിവുകൾ ഗുരുക്കന്മാരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ഗുരുക്കന്മാരെ അറിയാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ മനോഹരമാണ്. നമുക്ക് ജാതി വേണം, നമുക്ക് പൈസയുടെ കാര്യത്തില്, നിറത്തിന്റെ കാര്യത്തില് നാരായണൻ പറഞ്ഞല്ലോ, മാറ്റർ റിലീജിയൻ ഹ്യൂമൻ ബീയിങ് ഷുഡ് ബി ഗുഡ് എന്നാണ്. മനുഷ്യൻ നന്നായ പോലെ അതിന് യാതൊന്നുമില്ല. പോലെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഈ ശരീരം അഹങ്കാരോ, ഞാൻ ശരീരം എന്ന് പറയുന്നതിനെ ഒന്ന് മാറ്റി വെക്കണം. നാളെ നമുക്കുള്ളതല്ല. ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ പണിമുടക്കാൻ നഷ്ടപ്പെടും നമ്മുടെ പ്രപഞ്ചം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാരായണ മനോഹരമായിട്ട് നമ്മോട് പറയുക, യഥാത്മവിദ്യാ സങ്കോച തഥാ വിദ്യാ ഭയങ്കരം. ഇവിടെ ഗുരു പറയാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് നമ്മളെ അറിയാം. നമ്മളെ അറിയാം. എപ്പോഴാണോ ആത്മവിദ്യക്ക് സങ്കോചം സങ്കോചം നിങ്ങൾക്കറിയാം, ചുരുക്കം കുറച്ചിൽ വരുന്നത് അപ്പോൾ അറിവിനായിട്ട് ഉണ്ടാവും. അല്ലേ സാറേ? ആണോ? ഇപ്പൊ ഞാനിവിടെ വന്ന് മണിക്കൂറിന്റെ മുന്നിൽ വന്നിട്ട് വലിയ മണിക്കൂർ എന്റെ പൊന്നു തന്നോടെ സന്തോഷം ഞാൻ കേടാൻ തുടങ്ങിയിട്ട് എത്ര വർഷം ഈ ഞാൻ ഇവിടെ വേണോ? വേണ്ട. മണിക്കൂറിന്റെ പാലത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയെക്കാരും കൂടുതൽ കാശുണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്നും പറയുന്നില്ല.
നമ്മൾ നോക്കുമ്പോൾ മണിക്കൂർ ഒരു ആർക്കൈൽ എത്ര രൂപ ടൗണിൽ വന്നിരിക്കുന്നത്, എന്റെ ഇന്നൊക്കെ എത്ര രൂപ മേടിച്ചു തന്നറിയുന്നു അല്ലേ മണിക്കൂർ? അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ വരാം. ഇവിടെ അപ്പൊ ആത്മവിദ്യക്ക് സങ്കോചം ഉണ്ടാകുമ്പോഴാണ് അറിവില്ലായ്മയുടെ തുടക്കം. നിങ്ങൾ അന്വേഷിച്ചു നമ്മുടെ മക്കളെ ആയാലും അവനവനെ അറിയാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേണ്ടതുപോലെ ആവശ്യപ്പെടുക, വേറൊന്നുമില്ല. എനിക്ക് ദൈവമേ 50 ഏക്കർ നിലം വേണം, റബ്ബർ തോട്ടം വേണം, ഇതൊന്നുമില്ല വേണ്ടത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. ഈ പ്രായത്തിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ മഹാഗുരുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഓരോന്നും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്. ആ ശരീരം എന്ന് പറയുന്നതിന് അത് നമുക്ക് ആരാ തന്നത്? ഇന്ന് രാവിലെയും ഒരു ദിവസം 10 ലക്ഷം പേരോടും രാവിലെ എഴുന്നേൽക്കുന്നില്ലെന്ന് അയ്യമ്മയുടെ കണക്ക്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതോ നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ മെടുക്കോ നിങ്ങളുടെ സൗന്ദര്യമോ എല്ലാണോ അതിന് കാരണം? നിങ്ങളൊക്കെ കാണാത്ത ഒരു ശക്തി ലോകത്തുണ്ടില്ലേ? ഉണ്ടോ? പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവ്യക്തങ്ങളെ വിശ്വസിക്കണം, കാണാത്തതിനെയാണ് വിശ്വസിക്കേണ്ടത്. അദൃശ്യങ്ങളെ വിശ്വസിക്കുകയും ഉറവക്കാതെ നിസ്കരിക്കുകയും പണച്ചപ്പണ സ്വത്തിന് വേണ്ട രീതി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനാണ് ഇസ്ലാം എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മളോട് ബൈബിളും പറഞ്ഞ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്, അത് കാണാനൊന്നും പറ്റത്തില്ല. ഇത് തന്നെയാണ് ശ്രീരാമൻ എപ്പോഴും പറഞ്ഞത്, നിശ്ചലം നിരാമയൻ നിർഗുണൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ഇവിടെ രാമായണത്തിലൂടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ മഹാഗുരുവിനെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കാട്ടാളന് വന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇതൊക്കെ പറയുവാൻ വേണ്ടി വാൽമീകി ഇത് എഴുതാൻ വേണ്ടി തുടങ്ങുമ്പോൾ പറയുന്നത്, നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടണം. കാരണം ഇത് എഴുതുന്ന കവിയും വാൽമീകിയുടെ നാവിന്മേൽ വാണിയിടണമെന്ന് സരസ്വതിയോട് പറയുമ്പോൾ ഞാൻ ഇതിന് അധികാരിയല്ലെങ്കിലും ഇത് അവിടെ എഴുതി വെക്കണമെങ്കിൽ എന്റെ നാവിലും പറയാം. മിസ്റ്റേക്ക് അതെന്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കിട്ടിയല്ലേ പറ്റൂ. അങ്ങനെ ഒരു സംസ്കാരത്തിലൂടെ ജീവിച്ചു വന്ന നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ മുന്നേ പോയ വേദാന്തവും ഒക്കെ വേണ്ട രീതിയിൽ പഠിച്ചു മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് എത്ര വലിയ സമ്പന്നനായി ജീവിച്ചാലും സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പഠിക്കുന്ന സർട്ടിഫിക്കറ്റിനൊന്നും ഒരു വിലയിൽ ഉണ്ടാവോ? നിങ്ങളെല്ലാം മിണ്ടാൻ എന്റെ പേടി മാറിയില്ല. ഞാൻ ദൈവമേ നമ്മളൊരു പാവപ്പെട്ട ആരെങ്കിലും പറഞ്ഞു ഇച്ചിരി പറയുമ്പോൾ ഇച്ചിരി ആവേശത്തിൽ പറയും. കാരണം ഇതൊന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയുള്ള പേര്. കാരണം ഇവിടെ ഒരു ശാന്തത കൈവരിച്ച് സംസാരിക്കുന്ന ഒരു ഏരിയയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വലിയ വിഷയങ്ങളാണ് പറയുന്നത് തോന്നുന്നുണ്ട്. നമ്മുടെ ബിബിൻചാനോട് വന്നത് അധ്യക്ഷൻ വലിയ വിഷയം അവിടെ പോയി പറയുന്നത് നമുക്കൊരു പേടി ഭയമൊക്കെ വരും എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറ. ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ എല്ലാം വന്നേച്ച് തെരുതരം വന്നേച്ച് എല്ലാവരും പറയുന്നത് തന്നെ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? 1888 ഉണ്ടോ? നമുക്ക് വീണ്ടും ഓടിക്കട്ടെ. ഏതാണ് സാധനം സാധ്യം ഏത് ഞാനൊരു രൂപായ വൃത്യാസ അനുമതിക സാഹചര്യ സംസ്കാര നാരായണ ഗുരു പറയാ ഈ ലോകത്ത് അസാധ്യമായി നിലകൊന്നുമില്ല. അതുകൊണ്ട് ഗുരു പറയാ വിദ്യ എന്ന് പറയുന്ന സാധനം ഉണ്ടാകണമെങ്കിൽ നിരന്തരമായിട്ട് അതിനെ ട്രൈ ടു അറിഞ്ഞുകൊണ്ടേയിരിക്കണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 20 ദിവസം മാത്രമേ നിങ്ങൾക്ക് പരിശീലിക്കാൻ പറ്റുള്ളൂ. 21ാമത്തെ ദിവസം നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്കത് സാധിച്ചിരിക്കും. നാരായണ ഗുരു പറഞ്ഞ അക്കാഡമിക് എഡ്യൂക്കേഷൻ അല്ലാതെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമല്ല. അങ്ങനെയാണെങ്കിൽ നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിന്റെ ആദ്യത്തെ പരീക്ഷ എന്താ പറഞ്ഞത്? അയ്യോ ജിനോയ്ക്കൂടെ നടക്കലാവോ? ജിനോയ്ക്കൂടെ നടക്കലാവോ? അറിവിലും അറിയോ അറിവിലും
അറിയാവുന്ന കുഴപ്പം ഞാൻ കൊടുത്തില്ല, വാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, ഞാനും കൊടുത്തില്ല, വാ. ശകലം ചോദിക്കാമോ, വാ. എന്റെ ഒരു ഇഷ്ടത്തിന് ആരാ ഞാൻ കുറച്ചല്ല തെറ്റാ ഒരു കുഴപ്പമില്ല. ഈ നമ്മളില്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ മേല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ. ഇങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അറിവുള്ളവൻ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന അതിനൊക്കെ ഗീതയ്ക്കകത്ത് ശ്ലോകമാണ്. അതിനെ ചൊല്ലി നിങ്ങൾ ഓരടിപ്പിക്കുന്നില്ല. അറിയത്തില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ വിദ്യാർത്ഥി. അറിവിലും ആദ്യമല്ല ജീവിതത്തിൽ ആവശ്യം. ഇനി എന്താ ആവശ്യം? തിരിച്ചറിവ്. അല്ലേ? തിരിച്ചറിവാണോ? നാരായണൂർ പറയാണ് നമുക്ക് അറിവല്ല ആവശ്യം, തിരിച്ചറിവ്. വിദ്യയ്ക്ക് മുകളിലൊരു സാധനമുണ്ട്, അത് പ്രപഞ്ചം തിരസ്കരിക്കില്ല. അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്ന സാധനത്തിനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം ചെയ്യാവോ? ശരീരം പലതും ആവശ്യപ്പെടും. എന്റെ മുന്നിൽ വരുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നാം. പക്ഷെ മനസാക്ഷി എന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കില്ലേ? പിടിക്കുവോ? അതാണ് നാരായണ ഒരുവന് നല്ലത്. ചേച്ചി, ഒരുവന് നല്ലത് അന്യന് ചേർത്ത് ഒരു തൊഴിൽ ആത്മവിരോധി മനസാക്ഷിക്ക് നിരക്കാതെ ചെയ്യേ. ഒരുവന് നല്ലത് അന്യന് ചേർത്ത് ഒരു തൊഴില് ആത്മവിരോധി മനസാക്ഷിക്ക് നിരക്കാത്ത ജീവിതത്തിൽ ചെയ്യരുത്. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്ങൾ വ്യാജമെന്നേ നിഴലിക്കുന്നു കവിവര. ഹരിമാനി, നിന്റെ മുന്നിൽ ഞാൻ പലതും പേട്ടിയിടും. ചിലപ്പോൾ മണ്ണായിരിക്കും, പെണ്ണായിരിക്കും, വാഹനമായിരിക്കും, പല സാധനം എടുത്തുകൊണ്ട് മുന്നിലിടും. ചുമ്മാ അവിടെ കയറി ചോരരുത്. തേജോരൂപിണിയാകുമ്പോൾ എന്നോട് മായയാണത്. വളരെ വെട്ടിപ്പോയാണ് അതിന്റെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. തേജോരൂപിണിയാകുമ്പോൾ എന്നോട് മായതെങ്കിൽ വ്യാജമാണത്, അത് നിഴലാണ്. തേജോരൂപിണിയാകുമ്പോൾ എന്നോട് മായതെങ്കിൽ വ്യാജമെന്നീ നിഴലിക്കുന്നു കവിവര. ഓരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണില്ലയോ? പണ്ടൊന്നും ഈ കണ്ണാടി ഒന്നുമില്ലേ. പിള്ളേർ ജിമ്മിലൊക്കെ പോയിട്ട് നിലക്കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നമ്മുടെ ചങ്കലിൽ ദായൊക്കെ വീണ് കഴിയുമ്പോൾ ഉത്സവപ്പറമ്പിൽ വന്ന് ഷർട്ടും ഒക്കെ പറിച്ച് കളഞ്ഞ് എവിടുന്നെങ്കിലും രണ്ട് മയപ്പൊടിയൊക്കെ വെച്ച് നമ്മളെല്ലാവരും കൂടെ വിരിക്കുന്ന ഉത്സവപ്പറമ്പിൽ കിടന്ന് അടി ഇടിയും വെള്ളവും പൊടിയും പോകുകയും. ഇത് ചെയ്യരുത് ശ്രീരാമൻ പറഞ്ഞു. ഓരോരോ ജലാശയെ കേവലം മഹാകാശം വെള്ളത്തിനകത്ത് നോക്കുമ്പോൾ കാണുന്ന നിരല് ശരിക്കുമുള്ള ശരീരമല്ലേ. അതുകൊണ്ട് ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണില്ലയോ? കണ്ടാലും അതുപോലെ സാക്ഷാലുള്ള ഒരു പരബ്രഹ്മ പരമാത്മാ സാക്ഷിയായിട്ടുള്ള ബിംബം നിശ്ചലം. അതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് അങ്ങനെ നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ തന്നെ വെക്കിട്ട് കയറാൻ പോകരുത്. ഇത് അറിയണമെങ്കിൽ എന്ത് വേണമെന്ന് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് ശ്രീരാമൻ. എങ്ങനെ വേണം? തത്വമസ്യാദി മഹാവാക്യാർത്ഥങ്ങൾ കൊണ്ട്. ഈ തത്വങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തത്വമസ്യാദി മഹാവാക്യാർത്ഥങ്ങൾ കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടണം. എന്റെ തത്വത്തെ അറിഞ്ഞിടണമെങ്കിൽ ഈ ഞാനാരാ? ഈശ്വരന. മമ തത്വത്തെ അറിഞ്ഞിടണം. ആചാര്യന്റെ കാരുണ്യം വേണം. ഒരു ആചാര്യൻ നമുക്ക് 100 വർഷം മുമ്പ് ആയുസ്സും പകസും തന്നു. ലോകത്തിലെ സമസ്ത വിഷയങ്ങളെ കുറിച്ച് അജിനേന സംശയരഹിതമായി അവതരിച്ചു. നമ്മൾ അതെടുത്ത് പറഞ്ഞു വെച്ചിരിക്കുക. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ വലിയ മഹത്തായ സന്ദേശങ്ങൾ അറിവുകളൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളത് മാറ്റിവെച്ചു. നമ്മുടെ ന്യൂജൻ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല. അവർക്ക് ആവശ്യമില്ല അറിവിന്റെ കാര്യം. അതുകൊണ്ട് അയ്യാ, വീട്ടിലിരിക്കുന്ന പെൺകൊച്ചാണേലും അച്ഛനാണേലും അമ്മയാണേലും ഭാര്യയാണേലും ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പ് കുടുംബശ്രീയിലൂടെയാണെങ്കിൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒന്നിച്ചേർന്ന കുടുംബത്തിൽ അവരവരുടെ വ്യക്തമായ ഐഡന്റിറ്റിയും സിഗ്നേച്ചറും പഠിക്കണമെങ്കിൽ മഹാഗുരുക്കന്മാരുടെ ആ പാതയിലൂടെ പിന്തുടർന്നു പോയാൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, ഇല്ല, നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മഹാഗുരു എത്ര വ്യക്തമായിട്ടാണ് ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ കുറിച്ച് മഹാഗുരു പറയുന്നുണ്ട്. അറിവിൽ ഇറങ്ങിയിരുന്നവൻ തന്നെ ഉറക്കം ഉജ്ജ്വല
ജോലികളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ജോലി, ഓരോ മേഖലകളിൽ ഇരിക്കുന്നതാ. അവരവർക്കൊക്കെ അവരവരുടേതായ ജോലി സംബന്ധമായ ലോകമുണ്ട്. വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ ലോകമുണ്ട്, അധ്യാപകരുടെ ലോകമുണ്ട്, വണ്ടിപ്പണിക്കാരുടെ ലോകമുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ലോകമുണ്ട്. അങ്ങനെ മനുഷ്യനൊക്കെ പല ലോകത്തിലൂടെ ജീവിക്കുമ്പോഴും നാരായണ ഗുരു വഴിവരയ്ക്ക് പറയുകയാണ്, അടുത്ത വലിയതാ. കണ്ണുകൾ അഞ്ഞുകൊണ്ടിടക്കി തെരുതര വീണ് വണങ്ങി ഓതിയിടം കരുണമുദ്രിയവും കളയവരും തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പലവഴി തന്നെ ഉയർന്ന ബാലുവെഴുതാൻ തിരുവുരുവാണ് തിരഞ്ഞു തേടിയിടണം. ഇതെല്ലാം പലതാണെങ്കിലും നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നാണെന്ന് ഗുരു പറയാ. ആ വിദ്യയെ തിരഞ്ഞു തേടിയിടണം. വളരെ പാടുപടങ്ങി വിട്ടു. അത് ഏതെങ്കിലും ഒരു വേഷം കെട്ടിക്കൊണ്ട് കിട്ടുന്നതല്ല. ആണോ? അല്ല. ഒരു വേഷവും ഒരു പ്രസ്ഥാനത്തിനോ കുറച്ച് സമ്പന്നതയ്ക്കോ കുടുംബ മഹിമയ്ക്കോ പാരമ്പര്യത്തിനോ ഒന്നും കിട്ടുന്നതല്ല എന്നും വളരെ വ്യക്തമായിട്ട് നമ്മളോട് രാമായണവും പറഞ്ഞു തന്നു. കാരണം കാട്ടാളനായിരുന്ന ആള് മാമുനിപ്രവരനായി വന്നു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞതും നാരായണ ഗുരു പറഞ്ഞതും ക്രിസ്തു പറഞ്ഞതും ഒക്കെ എന്തായിരുന്നു എന്ന് ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ. പക്ഷെ മനുഷ്യനകത്ത് വെച്ചോണ്ട് അരിമേടിക്കാൻ തുടങ്ങി. അന്നക്കാടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരവരുടെ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് ഓരോരുത്തരുടെ സൗകര്യത്തിലാക്കി. ഞാന് ഈ ഒരു മേഖലയിലുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ ഗുരുവിന്റെ വേദാന്ത കൃതികളെ സമീപിക്കുന്നത്. നമ്മളിവിടെ ഇതുവരെ ആത്മോപദേശ ചതുരത്തിലേക്ക് എത്തിയിട്ടില്ല. എത്തിയോ? ഇല്ല. നമ്മളിപ്പം ഈ മറ്റേ നെറ്റ്സൊക്കെ പെട്ടിക്കകത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ആയിരിക്കും പുറത്ത് കഴിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ദൈവമേ, നമ്മൾ ആയിരിക്കാൻ ആയിരിക്കും മോശമാണെന്ന് പറയത്തില്ല. ദിവാലക്കും സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ കേട്ട് മാറ്റി വെച്ചിട്ട് വലിയ വലിയ സിസ്റ്റം ഇവിടെ കിടക്കാൻ. ജലനിധി തന്നെ ഉയർന്നിടും തരംഗാമിനി അതുപോലെ അഭിഹിതമാവണമെന്ന് ഗുരു പറയുന്നുണ്ട്. കടലിൽ തിരമാലകൾ എന്നതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം നേടിയെടുത്തതൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഊശിനോടുകൂടി ഒരു തിരമാലയെ കൊണ്ടുന്ന ഒരു മനുഷ്യന്റെ അഹങ്കാരത്തെ നാരായണ ഗുരു കൊണ്ട് വെച്ചിരിക്കുന്നത്. ഞാൻ വലിയ ആളാണെന്ന് വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്നവർ തിരമാല പോലെ എല്ലാവരും നശിപ്പിക്കാൻ ഒരുപ്പെട്ട് നിൽക്കുക. ജലനിധി തന്നെ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരണം. കുറച്ച് കഴിയുമ്പോൾ വെറും വെള്ളത്തിന്റെ ശാന്തമായ രീതിയിലേക്ക് അത് എത്തിച്ചേരണം. വേണോ? അതുകൊണ്ട് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു മൂല കസാര കയറി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഏത് പോലീസുകാരനെ സാധനം വിളിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന സമയം എങ്ങനെ പ്രവർത്തിക്കണം? മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ള ആത്മീയമായ മാർഗത്തെയാണ് നാരായണ ഗുരുവിന്റെ വിദ്യ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പഠനത്തിൽ പോയി നാരായണ ഗുരു നിങ്ങളെ അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം ഉണ്ടാവണം. ബോറടിച്ചു തുടങ്ങി. നമ്മളെ കുറിച്ചുള്ള അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവല്ലേ. ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് നിങ്ങളിപ്പോ വലിയ ഭയങ്കര സെറ്റപ്പിലൂടെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയർ കലക്ടറുമാകാൻ പറ്റുന്നവരുടെ കാര്യം അനിച്ചിട്ട് കൂടെ പറഞ്ഞത്. ഒരമ്മായിയമ്മ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ മേല, അധ്യാപനം ചെയ്യാൻ അറിയാൻ മേല. ഈ 10-20 വർഷം കൊണ്ട് ഈ PhD പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പറഞ്ഞ് വീണ്ടും വലിയ വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചോണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു ഭ്രമരം എന്ന് വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ വലിയൊരു സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ചോദിച്ചിട്ട് അറിയാം. എന്നോട് സംശയം ചോദിച്ചു ഭ്രമരം അതിന്റെ അർത്ഥം. ഭ്രമരം എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛ ആരാ പറഞ്ഞേ? ആ ചേട്ടനൊരു കയ്യടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വളരെ സങ്കടം തോന്നുന്നു. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്ന മറ്റുള്ളവരെ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ആർക്കും ഒരു മുടക്കൂല ഒരു കയ്യടി അടിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ നിങ്ങൾ ഫിസിക്കാണില്ലേ?
അല്ലെ? നമുക്ക് ഈ അറിവുകളൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്താനാണ്. നിങ്ങൾക്കിപ്പോ ഇത്രയും മനോഹരമായിട്ട് ആ ഗുരു, ഇത് നമ്മുടെ SDB യോഗം എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ആർജവപരമായിട്ട് ഇന്നതേ ഒട്ടിന്റെ മേളിൽ കൈ നിർത്തുകൊണ്ട് ഞാൻ SNDP-ക്കാരാണെന്ന് നെഞ്ചത്തടിച്ച് ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് ആ പ്രസ്ഥാനം വളർന്നു. സംശയമുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ടുള്ളവരാണെന്ന് എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ അറിയാം. അത്ര സാമ്പത്തികമായ ഉയർന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ SNDP യോഗം എന്ന് പറയുന്ന സംഘടനയുടെ വളരെ മനോഹരമായ പ്രവർത്തനം തന്നെയാണ്. ആ പ്രവർത്തനത്തിലൂടെ ആ ഗുരുവിനെ കുറിച്ച് അറിയുകയും ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയും ഇന്ന് ഇതിന്റെ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി കുസ്തി പിടിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുക. കാരണം ഇത്രയും മനോഹരമായ രീതിയിൽ ഈ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. അങ്ങനെ വളർന്നു നിന്നുകൊണ്ട് ഇത്രയും വഴിവാനുള്ള സ്ഥലങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള ഇതുപോലുള്ള സംരംഭം നമുക്ക് മുന്നേ പോയ കാരണവന്മാരും എല്ലാവരും കൂടെ പണിത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെ നിന്നുകൊണ്ട് ഇരുത്തുക എന്നുള്ള അതിന് സൗകര്യമില്ല. കുഴപ്പമായോ? അപ്പൊ ഇവിടെ ഇത് വേണ്ടവർക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 86,400 സെക്കൻഡ് ഫലപ്രദമായിട്ട് ആര് ഉപയോഗിക്കുന്നു അവന്റെ ജീവിതത്തിൽ അവൻ ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മളിതൊക്കെ നിസ്സാരമായിട്ട് കഴിയുമ്പോൾ അതിനെ കൂടെ വളർന്നു നമ്മളൊരു കുഞ്ഞ് വളർന്നു വരുമ്പോഴേ അവനെ ഇപ്പൊ കണ്ടില് ഗുരുവിനെ കുറിച്ചുള്ള മന്ത്രങ്ങളും എത്രയോ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതൊരു അറ്റ്മോസ്ഫിയർ, ഇതൊരു ഭക്തിയുടെ തലമാണ്. ഈ ഒരു സംസ്കാരത്തെ ചിട്ടപ്പെടുത്തി കൊടുക്കുവാൻ വരുന്ന തലമുറയെ കൊണ്ടത് കൈ പിടിച്ചു വിടുന്നത് ഇരുത്തിയാൽ മതി. ഈ പിടിച്ച ചിരിയോടൊക്കെ പറഞ്ഞിട്ട് വല്ല മാറ്റിവിടോ? കാരണം നമ്മൾ പോയി ദേശത്തിനൊക്കെ പോയി ചുറ്റി മേടിക്കും, പിടിച്ച് അടിച്ച് കൈ മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടാണോ? അല്ലേ? അല്ലേ? മനുഷ്യൻ ഇന്ന് അവന്റെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവനെ ഒരു വീട് പണിയുമ്പോഴും അവന്റെ കയ്യിൽ സമ്പത്ത് വരുമ്പോഴും അവൻ ആദ്യം പറഞ്ഞ പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടച്ചിട്ട മുറിക്കകത്ത് ചെറുക്കനെ കയറ്റി വെക്കും. ഏതെങ്കിലും ഒരു പെങ്കൊച്ചും കാണും തളവറിൽ കുത്തിക്കൊണ്ട് മൊബൈലെ 16-17 വയസ്സാകുമ്പോൾ പെങ്കൊച്ചിന്റെ വീട്ടുകാരൊരു ചെറിയ കൗൺസിലിംഗ്, മോളെ ഇതൊന്നും ശരിയല്ല. അവൾ വിളിച്ചിട്ട് പറയും നമുക്കിത് നിർത്തിയേക്കാം. ചെറുക്കൻ ചെറിയ കയറെടുക്കും, പോകും. ചിരിക്കാൻ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല. 16 വയസ്സുകാരനെയും 15 വയസ്സുകാരനും അവൻ കാണുന്ന അവൻ എവിടെ പോയിരുന്നാലും ബാത്റൂമിലാണെങ്കിലും ശരി, അവന്റെ വണ്ടിയിലാണെങ്കിലും ശരി, അവൻ ഓടിക്കുന്ന ബസ്സിന്റെ അല്ലെ അവൻ ഓടിക്കുന്ന ബസ്സിന്റെ ഡ്രൈവർ ചിലപ്പം അവിടെ ഇഷ്ടക്കാരനായിരിക്കും. ജീവിതത്തിൽ ഉടനീളം അവൾ കാണുന്ന സ്വപ്നങ്ങളിൽ അല്ലെ അവൻ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ ഇവൾ തന്നെ ആകുമ്പോൾ ഒരു സെക്കൻഡ് നേരം അവളെ ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ ആ മനസ്സിനെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഒരു ബുദ്ധിമുട്ട് വന്നാൽ എത്ര കുഞ്ഞുങ്ങൾക്ക് അതിനെ തരണം ചെയ്തു പോകാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മോനെ ഇന്ന് അച്ഛന് കാശില്ലടാ, ഇന്ന് നീ സെറ്റിപ്പിൻ കുത്തിക്കൊണ്ട് പോയി. എന്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ വലിയ പഠനമുള്ള ആളല്ല, വലിയ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല. സാഹചര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആ സാഹചര്യം എന്ന് പറയുന്നത് എന്റെ ഗുരു എന്നോട് പറഞ്ഞൊരു വിദ്യയുണ്ട്. ആ വിദ്യയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാനെന്ന ബോധം ഒന്ന് കുറച്ച് കളഞ്ഞാൽ എനിക്ക് എന്നിട്ടും അത് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഞാനൊന്ന് കളയാൻ വേണ്ടി ഈ നമ്മുടെ ജീവിതം കൊണ്ടുള്ള കളി, അതിന്റെ പേര് അഭ്യാസം. മനുഷ്യന്റെ ജീവിതത്തിൽ അവനവന്റെ സ്വത്തും നിലനിൽപ്പിനും ഒക്കെ വേണ്ടിയ ഭാര്യ ഭജതി ഭർത്താവ് ഭാര്യ എന്റെ കേവലം ആനന്ദമേവ ഭജതി സർവോപി നാരായണഗുരു എഴുതിയത ഒരു മനുഷ്യൻ അപ്പോഴുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി അവനവന്റെ ആനന്ദത്തിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്നത് അല്ലേ? അതെ. പക്ഷെ ഈ അവനവന്റെ ആനന്ദം കണ്ടെത്തുമ്പോൾ അവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം, വേണ്ട? അത് തെറ്റാകരുത്. അവനെ മറ്റുള്ളവനെ കരുതാൻ പഠിപ്പിക്കണം. ഇത് കമ്പാഷൻ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ വേണം. അപ്പൊ ഇതൊക്കെ ഈ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ഈ ശരീരം തന്നെയാ. ഈ മലമല പോയി മഹേശ്വര പൂജ ചെയ്ത് നിന്റെ സങ്കല്പങ്ങൾ നന്നാക്കുക, നിന്റെ മനസ്സ് നന്നാക്കുക, നിന്റെ സൊസൈറ്റി നന്നാകും. ഏകം സത്യം, സത്യം ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ. നാരായണ ഗുരു പറഞ്ഞ വരിക നിങ്ങൾ പഠിക്കേണ്ടതാണോ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണോ നിങ്ങൾ ചിന്തിക്കുക. ഏകം സത്യം ദ്വിതീയം, സത്യം രണ്ടില്ല, സത്യം ഒന്നേ ഉള്ളൂ. കാരണം നിങ്ങളെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ചത് ഒരേ മായാവി തന്നെയാ. അതുകൊണ്ട് മായാവി ഇവിടെ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്തുകൊണ്ടാണ്? ഇതിനെയൊക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ആവശ്യമുള്ള മനുഷ്യരാണ് ഇതെല്ലാം എങ്കിൽ ഏകം സത്യം ദ്വിതീയം രണ്ടില്ല. വിസത്യമാതി സത്യവത് ശിലൈവ ശിവലിംഗം ദ്വിതീയം ശില്പിനാകണം. അസത്യവും സത്യവും
ശിലയും ശില്പവും രണ്ടല്ല, രണ്ടും കല്ല് തന്നെയാ. കഴുത കിടക്കുന്ന മാലയും കയ്യെ കിടക്കുന്ന മലയുടെയും കണ്ടന്റ് ഗോൾഡാ. അതുകൊണ്ട് ആ ശിലയിൽ നിന്നും ശില്പത്തിലേക്ക് പോകാനുള്ള ശില്പിയുടെ മനസ്സുണ്ടല്ലോ, അതിന്റെ പേരാണ് അറിവ്. അതുകൊണ്ട് കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും വളരെ മനോഹരമായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒന്നിച്ചു കൂടിയിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോഴും അവരുടെ വേദനകൾ മനസ്സിലാക്കുമ്പോഴും ഒക്കെ നാം അവരെ ചേർത്ത് പിടിക്കുകയും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഞാനത് പറഞ്ഞില്ല, പറഞ്ഞോ? ഇല്ല. അവിടെ ഉത്സവം, ഇന്നലത്തെ ഭക്ഷണം, മിനിയാന്നത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുന്നു, ചേടുത്തി വിളിക്കുന്നു, എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. മോൻ ഈ ബൈക്ക് എടുത്തിട്ട്, കാറിൽ പോയ ആള് കാർ തിരിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി. ചേച്ചിക്ക് ഷുഗർ എന്തോ ലോയായി, സ്പീഡിലല്ല. ചേച്ചി നേരെ താഴേക്ക് വീണു. അവിടെ ബ്ലഡ് ഛർദ്ദിക്കുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 3 ദിവസമായി. ഇന്നും വൈഫൊക്കെ അവിടെ ഹോസ്പിറ്റലിലാണ്. ഒരു ശകലം ദൂരമേ ഉള്ളു ചേച്ചിക്ക് വരാൻ. പക്ഷെ നമ്മളൊക്കെ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി നിന്ന് ആ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയും ഒരു അവസരം നമുക്കുണ്ടാവില്ലേ? അല്ലേ? അങ്ങനെ നമുക്ക് വരുന്ന ഇൻസിഡന്റ് ഒന്നും നമ്മളോട് പറയാം. അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആണ് ഇതൊക്കെ. നമ്മൾ ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ് നമ്മുടെ വീട്ടിൽ. നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതലും. അതുകൊണ്ട് അതിനെയൊന്നും മറികടക്കണമെങ്കിൽ ആ മറികടക്കുന്നതിനെ അറിയുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം. ഈ ലോകത്തിലുള്ളവർ അവനവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല വിദ്യാഭ്യാസം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് പ്രബലമെന്ന പണ്ടെന്ന് പറയുന്ന വാക്കിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം പരീക്ഷയെ മറികടക്കാൻ വേണ്ടി മാത്രമായി എങ്ങനെയെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് കിട്ടണം. പരീക്ഷ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ പഠിച്ച കാര്യം ചോദിച്ചാൽ അറിയാവോ? പക്ഷെ പഴയ കണ്ടത്തിൽ പറഞ്ഞ ചേച്ചിമാരോട് അമ്മച്ചിമാരോട് ചോദിച്ചാൽ അവര് പറയും ഉത്തര മധുരാപുരി ഉത്തരൂപാതത്തിലുള്ള രാജവീതിതൻ ഇരക്കരൂപിൽ കാളിമാകാൽ നാരായണ ഗുരു കണ്ടത് ആ ദീർഘവീക്ഷണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ പോരുളൊക്കെ തന്നെയായിരുന്നു കുമാരനാശാനും നാരായണ ഗുരുവിന്റെ ശിഷ്യരും ഒക്കെ, അല്ലേ? ആ ശിഷ്യന്മാരിലൂടെ നമ്മുടെ ലോകത്ത് കേരളം എന്ന് പറയുന്നതിന്റെ സംസ്കാരത്തിന്റെ സമ്പന്നത ഇന്നും ഇങ്ങനെ അനസ്യൂതം പകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് അല്ല എന്ന് ആർക്കെങ്കിലും അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വാ, എല്ലാവരും പറഞ്ഞത് കേരളമാ, ഇത് കേരളത്തിന്റെ രീതി. ഇത് എവിടെ നിന്നാണ് ഈ സംസ്കാരം കിട്ടിയത്? അവിടെയാണ് നാരായണ ഗുരു നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യകത. അവിടെയാണ് നാരായണ ഗുരു എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടതും അടുത്ത കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും. മനുഷ്യന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അന്തർബഹിർമനാസീനം സദാ ഭ്രമണചഞ്ചലം മാനവദീപ സാമാന്യ വിശേഷിക്കുന്ന എന്നാ പറഞ്ഞത്. അന്തർബഹിർമനാസീനം, നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സദാസമയവും വണ്ടിനെ പോലെ ചലിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ. അന്തർബഹിർമദാസനം, ഉള്ളിലാ ചലിക്കുന്നത് വണ്ടിനെ പോലെ, പക്ഷെ ഇരിക്കുന്നതോ ലോഡ് വാങ്ങിക്കൊണ്ട് അടക്കണം. ഇവിടെ ഇരിക്കുന്നവരുടെയും വീട്ടിലെ ചിന്തകളാ ഇതിങ്ങനെ വണ്ടിനെ പോലെ ഉള്ളിൽ കിടന്ന് ചലിക്കുക. നാരായണ പോലെ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെയാ മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത്. നമ്മളിപ്പോഴും ഇതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളെന്നും അലക്കി 5, അലക്കാതെ 5, ഇട്ട് 5, ഇടാതെ 5 ഒരു ഷർട്ട് തന്നെയാണ്. മടക്കി 5, മടക്കാതെ 5, ഓരോ പ്രാവശ്യം ഓരോ സ്റ്റൈലിൽ ഉപയോഗിച്ച ഒരു ഷർട്ട് തന്നെയാണ്. ഇത് തന്നെ ഇങ്ങനെ ഒത്തിരി കിടക്കൂലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞോളൂ, ഒരു ദിവസം കൊണ്ടൊന്നും തീരുമില്ല. ഞാൻ ഇവിടെ പറയാം, ഒരു മാർഗദർശനം എന്ന് പറയാനുള്ള പവർ നമുക്ക് ഇവിടെ പറയണമെങ്കിൽ അതിനൊരു ഇച്ചിരി കൂടെ നിങ്ങൾ ആത്മോപദേശമൊക്കെ നിങ്ങൾ എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്, നിങ്ങൾ ഗുരുവിന്റെ കൃതികളെ വേണ്ട രീതിയിൽ പഠിക്കണം. വേണ്ടവണ്ണം അതിനെ മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും, എനിക്കറിയാവുന്ന എത്രയോ കോട്ടയത്ത്
ബിസിനസ്സുകാരൊക്കെ ഉണ്ട്, എന്നോട് വളരെ കാര്യമായിട്ട് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പേര് പറയുന്നത് ഇപ്പൊ ലൈവ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ സാരിഷ് എന്നോട് പറഞ്ഞു, സന്തോഷ് എനിക്ക് സാങ്കേതികത്തെ കുറിച്ചൊന്ന് പഠിക്കണം. സാങ്കേതികത്തെ കുറിച്ചൊന്ന് പഠിക്കണം, ദർശനപരയെ കുറിച്ചൊന്ന് പഠിക്കണം. അപ്പൊ നമ്മളെ നയിക്കുന്നത് നമ്മുടെ അറിവ് തന്നെയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാനുള്ളൂ, ആദിശങ്കരന്റെ മാതൃപഞ്ചകം പറഞ്ഞായിരുന്നു. അതെല്ലാം അറിയണം. ആദിശങ്കരന്റെ മാതൃപഞ്ചകം ജിനോ പ്രത്യേകം കേൾക്കണം. അതൊരു ഫീലാണ്. ആസ്ഥാതാവതീയം പ്രസ്തുത സമയ ദുർവാന ചൂലഭ്യത നൈനിഷ്യം തനിശോക്ഷണം മനമയി ശയ്യാച സാംബത്സരി ഏകസ്യാവിന ഗർഭഭാര വർണ്ണകലശസ്യ യസ്യചമോ ധാതു നിഷ്കൃതി മുന്നതോ അഭി തനേസ്തസ്യ ജനന്യൈ നമഃ. ഇത് പറയുന്നത് കൂടി മണിച്ചേട്ടന്റെ മോളാണോ ഇത്? ആണോ? കുമ്മനം? അല്ല, ഞാനിങ്ങനെ ആലോചിച്ച് നല്ല പറ്റുന്നുണ്ടല്ലോ, സോറി. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലായി. ഞാൻ അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ട് എന്റെ മുന്നേ എന്നിട്ട് വിളിച്ചില്ലല്ലോ. അവനെന്താ കൊച്ച് എവിടെ വലുതായി കാണത്തി? മോനെ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലടാ. കൊച്ചായിരുന്നു കഥ അല്ലെ? ഞാനിങ്ങനെ ആലോചിച്ച് നല്ല പരിചയമുള്ളത് എന്നാലും അത് ഇപ്പൊ മോളെ കേട്ടോ. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ആസ്ഥാന താപതീയം പ്രസ്തുത സമയം ഒരു അമ്മയുടെ അമ്മ എന്താണെന്ന് ആദിശങ്കരൻ പറയുന്നതാണ്. ആസ്ഥാന താപതീയം പ്രസ്തുത സമയം ഒരു അമ്മ പ്രസവ സമയത്ത് ഈ പ്രസവിക്കണം എന്നുള്ള അതിയായ ഒരു വേദനയുണ്ട് സ്ത്രീകൾക്ക്. കാരണം എല്ലാവരും പറയുന്നത് ഭയങ്കര വേദനയാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ് അവളുടെ മാതൃത്വം അല്ലെ? ആ മാതൃത്വം എന്ന് പറയുന്ന ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എന്ത് വേദനയും ചെയ്യും. എന്നിരുന്നാലും ആദിശങ്കരൻ പറയുന്നു ആ പ്രസവിക്കണം എന്നുള്ള അതിയായ വേദനയും ആസ്ഥാവതീയം പ്രസ്തുത സമയം ധ്രുവാര ശൂലഭ്യത നൈരുച്യം തനിശോഷണം. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 2 പേര് കഴിക്കുന്ന ഭക്ഷണം അമ്മ കഴിക്കണം, പക്ഷെ രുചിയില്ല. നൈരുച്യം തനിശോഷണം മലമയി ശയ്യാച സാംബത്സരി. അപ്പൊ പ്രസവിക്കണം എന്നുള്ള വേദന, ഭക്ഷണത്തിനോടുള്ള വിരക്തി, അതുമൂലമുള്ള ക്ഷീണം. എന്നിട്ട് പറയാ 1 വർഷം ഒരു പരാതിയും ഇല്ലാതെ ഒരു കുഞ്ഞിന്റെ മലത്തിലും മൂത്രത്തിലും ഈ അമ്മ ശയിക്കുന്നത്. ആരെങ്കിലും പരാതി പറയാറുണ്ടോ? ഉണ്ടോ? 500 രൂപ കൊടുത്ത് ബംഗാളി ജയിപ്പിക്കാൻ പറ്റുമോ? അമ്മയെ സംബന്ധിച്ചിടത്തോളം അതാണ് അമ്മ. 1 വർഷം ഊണും ഉറക്കവും ഇല്ലാതെ ആ മലത്തിലും മൂത്രത്തിലും കിടക്കുന്ന ആ കുഞ്ഞ്, അവൻ വളർന്നു വലുതായി ഈ ലോകത്തിന്റെ എത്ര വലിയ ഉന്നതങ്ങളിൽ ചെന്നാലും ആ പ്രസവ സമയത്തുള്ള അമ്മയോടുള്ള കടം, ഋണം, ബാധ്യത തീർത്തില്ലെങ്കിൽ ക്ഷമോ എന്നാ പറയാ. അവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. ആയോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ വീട്ടിലിരുത്തിയിട്ട് വന്ന നിങ്ങളുടെ മക്കളെ ഇത് അറിയിക്കണോ വേണ്ടയോ? നിങ്ങൾക്ക് പറ്റിയതന്നെ നിങ്ങളുടെ മക്കൾക്കും വരും. നിങ്ങൾക്കറിയാം, നമ്മുടെ IAS-കാരി പറയുന്നു, നാരായണ ഗുരുവിന് എന്റെ സുഹൃത്താണ് നയന, അവളെന്റെ ഒരു ശിഷ്യക്കൊച്ചാണ് നയന മോള്. അവളൊക്കെ പഠനത്തിൽ മികവ്. നിങ്ങൾ നോക്കിക്കോ, സമൂഹത്തിന്റെ ഉന്നതങ്ങളിൽ പോയവരൊക്കെ അസാമാന്യമായ ആത്മീയ മാർഗത്തെ നിഷ്ഠ നേടിയവരായിരുന്നു. അസാധ്യത്തിൽ നിന്നും സാധ്യതകൾ കണ്ടെത്തിയവരായിരുന്നു എല്ലാവരും. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? രാവിലെ 3:30 എഴുന്നേൽക്കുന്നത് പത്രക്കെട്ട് എടുത്തെറിയുന്ന ധനുഷ്കോടിയിലേക്ക് പോണ ട്രെയിൻ നിൽക്കാതെ വരുമ്പോൾ അവിടെയൊക്കെ എടുത്തെറിയുന്ന
പക്ഷെ അവർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും 8 ഇയർലി മോർണിംഗ് നിങ്ങളുടെ മക്കളോട് പറയാ, പുലരുമ്പോൾ എഴുന്നേക്കണം. നിങ്ങളൊക്കെ പുലരുമ്പോൾ എഴുന്നേക്കും. കാരണം ഈ ബാങ്കിലെ ലോണും മൊബൈലിന്റെ കാശും ഈ പ്രശ്നങ്ങളെല്ലാം 3 മണിയാകുമ്പോൾ നമ്മളെ വിട്ടുപിടിച്ച് എഴുന്നേൽപ്പിക്കും. പക്ഷെ കുഞ്ഞുങ്ങളോട് പറയണം, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞുവാനും മുനിജലതയിൽ മൂർത്തിക്ക് കീഴണം. നല്ല മനുഷ്യരുമായിട്ട് കൂടാൻ പറയണം. പ്രണവം എന്ന് പറഞ്ഞാൽ ഉള്ളിലെ അറിവാണ്. ആ അറിവിനെ ഉണർത്തിയെടുക്കണം. അത് വെളിയിൽ നിന്ന് എടുക്കാനുള്ളതല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ആദ്യം എന്താ, നമ്മൾ അവിടെ ചെന്നിട്ട് അത് സാധനം എല്ലാം പോയി കിട്ടിയോ ചോദിച്ചാൽ കിട്ടുമോ? ആദ്യം എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം. എന്നിട്ട് ആലോചിക്കണം, ദൈവമേ ഞാൻ എവിടെയൊക്കെ പോയി, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സ്ഥലത്ത് വെച്ച് എന്റെ കയ്യിൽ നിന്നും ആ സാധനം ഞാൻ എന്റെ മുണ്ട് മടക്കി കുത്തി അല്ലെ കുനിഞ്ഞു നിന്നപ്പോഴത്തെ പോക്കറ്റിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അവിടെ ചെന്ന് തപ്പുമ്പോ പൈസ കിട്ടത്തില്ലേ? അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ അറിവും എവിടെ തപ്പണം? എവിടെ തപ്പണം? നമ്മളെ തന്നെ നമ്മൾ തപ്പിയെടുക്കണം. അങ്ങനെ നമ്മളെ തപ്പിടി നമ്മൾ പഠിക്കണം. There is only one thing you can do now, study with confidence. നമ്മളെ പഠിക്കുമ്പോൾ എന്താ കൂടെ വേണ്ടത്? എന്താ വേണ്ടത്? കോൺഫിഡൻസ് വേണം. ചുമ്മാ വണ്ടിക്കാളെ മൂത്രമൊഴിക്കുന്നത് പോലെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒത്തിരി ഒന്നും വേണ്ട. ശുചിക്ക് വന്നടിക്കുന്ന കൂടത്തിൽ വന്നിരിക്കുന്ന കണക്കാണ്. പഠിക്കാനുള്ള സമയം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഈ ഇങ്ങനെ സ്ട്രെയിറ്റായ ഇരുമ്പ് പഴുതിരിക്കും പഠിക്കണം. അല്ലാതെ അടിച്ചൊരു കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു പരുവത്തിലാക്കി നിർത്തണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോ ആരും ഇല്ല. കാരണം അവർക്ക് ഒരു കാര്യമില്ല. ഇവിടെയല്ല, ഇവിടെ SNDP യോഗമോ അത് സാധാരണ രീതി കുറച്ചും എല്ലാം കൂടെ കൂടുന്നു, കഞ്ഞി നമ്മൾ കുടിക്കുന്നു, പിരിയുന്നു. എന്നാൽ കുറച്ചു പേരുള്ളൂ. ഇതിനൊക്കെ എന്താണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? അനേക കാലങ്ങൾ കൊണ്ട് നമ്മളെ അറിയാനായി നമുക്ക് നമ്മുടേതായ കർമ്മങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണം? ശ്രീനാരായണ ഗുരു ഒരു മനുഷ്യന്റെ ദേഹയാത്രയുടെ അവസാനം വരെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു പറഞ്ഞു തരുന്നുണ്ട്. അത്യാവശ്യം താന്ത്രിക കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. എനിക്കൊന്ന് നാരായണ ഗുരുവിന്റെ ആ മരണാനന്തര കഥകളെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിക്കും നാരായണ ഗുരു പക്ക വേദം അവതരിപ്പിച്ചിരിക്കുന്നത്. ചില ആൾക്കാർ 15, 16 എവിടെയായിരുന്നു? എന്നോട് ഒരു പെങ്കോ ചോദിക്കാം, ഈ നാരായണ ഗുരു വരുന്നതിന് 15, 16 വരായിരുന്നോ? എന്നോട് ചോദിക്കുക. ഞാൻ ഈ നാരായണ ഗുരു വരുന്നതിന് മുമ്പ് ഇയാൾ അമ്പലത്തിൽ കയറുമായിരുന്നോ? ഏറ്റുവരായിരുന്നു. അമ്പലത്തിന്റെ 2-3 കിലോമീറ്റർ അവരെ കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനാണ് വൈകത്ത് കിടന്ന് വെള്ളം വെച്ചത്. തിരുവാതിര വന്ന് DK മാധവനൊക്കെ കൊടിയ പ്രവർത്തനത്തിന് ഇരയായിരുന്നു. ആരെല്ലോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അത് പഠിച്ചുകൊണ്ട് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ 10, 11 നിങ്ങളൊക്കെ കേട്ടതാണ്. ശബരിമല മേശാന്തിയുടെ അമ്മാവൻ മരണപ്പെട്ടു. 10, 11 ദിവസം തന്ത്രി വിളിയിൽ. ഈ വാദിക്കുന്നവരും അവരും ചോദിക്കാൻ 11 ദിവസം അപ്പുറത്തും മാത്രം ചോദിക്കരുതോ സാറേ? ചോദിക്കരുതോ? ഈ തർക്കിക്കുന്നവർ മനസ്സിലാക്കാം. ഒരു കാലത്ത് നമ്മുടെ പറമ്പിലായിരുന്നു കാര്യം സാധിച്ചത്. ഇപ്പൊ യൂറോപ്യൻ കോസ്റ്റല്ലേ പറ്റത്തില്ല. അപ്പൊ കാലത്തിനനുസരിച്ചുകൊണ്ട് മാറണം മനുഷ്യൻ എന്ന് പറയുമ്പോഴും ആത്മീയമായ മാർഗം അങ്ങനെ അവരവരുടെ സൗകര്യത്തിനെടുത്ത് ദൂരെ കളയാനും ഭാഗ്യം കൊടുക്കുമ്പോഴത്തേക്ക് മാറാനുള്ളതല്ല. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, അറിവാകുന്ന അഗ്നി കൊണ്ട് വേണം പ്രാപഞ്ചികമായ ജീവിത സുഖങ്ങളെ ഉന്മൂലനം ചെയ്യേണ്ടത്. വേഷം കെട്ടി നടന്നിട്ട് ഞാൻ ഇതാണെന്ന് പറയുന്നതല്ല. ആ അറിവാകുന്ന അഗ്നി കൊണ്ട് പ്രാപഞ്ചികമായ ജീവിത സുഖത്തെ കളയണം. ശ്രീബുദ്ധൻ രാജാവിൽ നിന്ന് യാചകനിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് സന്യസിച്ചത്. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ലായിരുന്നു. അപ്പൊ സന്യസവും സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠ യാത്രയോ ബ്രഹ്മവിദുരഃ. സർവകർമ്മങ്ങളെയും ത്യജിക്കണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത
പാവയ്ക്കാക്കറി എടുത്ത് അപ്പുറം കൊടുത്താൽ അത് ത്യാഗമാകത്തില്ല. ആകോ ഇല്ല. കാരണം കർണൻ എന്ന് പറയുന്ന ആള് ഈ കമലമുഖൻ നമ്മൾ ഊരി കൊടുത്താൽ ബേഷായിട്ട് കുഴപ്പമുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തതല്ലേ? ആണോ? അതെ. അതുകൊണ്ട് ഇന്നും ലോകത്തിന്റെ ചരിത്രത്തിന്റെ മുന്നിൽ കർണൻ ഒരു തീജ്വാലമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ത്യജിച്ചാലേ ത്യാഗമാവുള്ളൂ. അതുകൊണ്ട് നാരായണൻ പറയാ സന്യസ്സം സർവകർമാണി, സർവകർമ്മങ്ങളെ ത്യജിക്കണം. സന്യസ്സം സർവകർമാണി സതത ബ്രഹ്മനിഷ്ഠ ഐശ്വര്യത്യാവനോദയ ബ്രഹ്മവിധി. സർവ ചരാചരങ്ങളും ഒരുപോലെയായിരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാത്രം കണ്ട് തിരിച്ചാൽ പോരാ. ഓരോ മനുഷ്യരോടും അന്യക്കമ്പയുണ്ടാകണം. ഓരോ മനുഷ്യരോടും വേർതിരിവ് കളയണം. വേർതിരിവ്, ഭേദം എന്ന ചിന്ത കളയണം. അങ്ങനെ ഞാനെന്ന ഭാവം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കളയണം. വേണ്ടേ? വേണ്ടേ? വേണം. സർവം ഈ സച്ചിദാനന്ദം ഏകനാനാസ്തി വിദ്യത ഏകപശ്യതീകനാനവും മൃത്യു മൃത്യു സഗച്ഛതി. നാരായണഗുരു പറയാ സർവം സത്യം ചിത്തും ആനന്ദവും ആകണം. ഇത് എവിടെ കിട്ടണം? സ്വരൂപത്തിൽ കിട്ടണം. എല്ലായിടത്തും കിട്ടിയിട്ട് കാര്യമില്ല. ഉണ്ടോ? അങ്ങനെ എല്ലായിടത്തും കിട്ടേണ്ടതല്ല സച്ചിദാനന്ദ സ്വരൂപം, സത്ത് ചിത്ത് ആനന്ദ ബോധം. ഈ ലോകത്ത് ആത്മാവിന് മാത്രമേ എല്ലാ അനുഭവങ്ങളെയും വിളിച്ചു പറയുവാൻ സാധിക്കത്തുള്ളൂ എന്നാ പറഞ്ഞേ. ചിത്തി ഏകോ അന്യതാവാദി ചിതം പരമധോനകി യജ്ഞവാദി സമസത്തത സത്തനവാദി എന്ന ഈ നിലനിൽക്കുന്നത് സത്ത് സത്തെന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിലനിൽക്കുക, ചിത്ത്, ബോധം. നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞതെല്ലാം നല്ല വിദ്യയായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ വിദ്യയായിട്ട് കണ്ടില്ല. ഉദ്യോഗവും നാസ്തി ദാരിദ്ര്യം. പ്രവർത്തിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാവുമോ? ഉണ്ടാവുമോ സാറേ? ഇല്ല. ജപതോനാസ്തി പാപക. ജപിക്കുന്നവന് പാപം ഉണ്ടാവുമോ? ഇല്ല. മൗനേജേ കലഹോ നാസ്തി. ശിവചേച്ചി വീട്ടിലെപ്പോഴും ചേട്ടമല്ലോ പറഞ്ഞ് മിണ്ടാതിരുന്നതിന്റെ വഴക്കുണ്ടോ? ഉണ്ടോ? മൗനം അവലംബിക്കുന്ന ഒരു വഴക്കില്ല. അത്യാവശ്യം ഭാര്യയുടെ ഞാനും ഇതൊക്കെ വൈകുന്നത് വീട്ടിൽ വഴക്കില്ല എന്നൊക്കെ ചുമ്മാ പറഞ്ഞ എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നമുണ്ട് ഇല്ലേ? ഉണ്ടോ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലുണ്ട്. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ട് സമദുഃഖ സുഖം ധീരം സുഖമൃതത്വമായ കേൾക്കുന്ന സുഖദുഃഖ സമയകൃത്വ ലാഭാലാഭവും ജയത്തിലും തോൽവിയിലും ലാഭത്തിലും നഷ്ടത്തിലും തുല്യമായ രീതിയിൽ ജീവിക്കുവാൻ പഠിക്കണം. എന്നും കണ്ടുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ലൈവ് പോകാൻ